റേഷൻ കടകളിലെ കേന്ദ്ര ബ്രാൻഡിംഗും സെൽഫി പോയിന്റും തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള പ്രചരണ പരിപാടിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിൽ ഇത് നടപ്പിലാക്കാനാകില്ലെന്ന് കേന്ദ്ര സർക്കാരിനെ അറിയിക്കുമെന്ന മുഖ്യമന്ത്രി. ഭാരത് അരി സപ്ലൈകോ വഴിയായിരുന്നുവെങ്കിൽ 25 രൂപയ്ക്ക് കൊടുക്കാമായിരുന്നുവെന്ന് ഭക്ഷ്യമന്ത്രി GR അനിലും സഭയിൽ പറഞ്ഞു. റേഷൻ കടകൾക്ക് മുന്നിൽ കേന്ദ്ര സർക്കാരിന്റെ ബ്രാൻഡിംഗും സെൽഫി പോയിന്റ് സ്ഥാപിക്കണമെന്ന ഉത്തരവിലാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. സർ, ദീർഘകാലമായി റേഷൻ നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. അതിൻ്റെ ഭാഗമായി റേഷൻ കടകളും നിലനിൽക്കുന്നുണ്ട്. ഇതേവരെ ഇല്ലാത്ത ഒരു പുതിയ പ്രചരണ പരിപാടിയാണ് കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുള്ളത്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ തീർച്ചയായും ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയുള്ളതാണ്. ഈ കാര്യം കാണിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ തന്നെ ഇത് ശരിയല്ല എന്നറിയിക്കും. ഇതിവിടെ നടപ്പാക്കാൻ വിഷമമാണെന്നും അറിയിക്കും. അതോടൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഇതറിയിക്കാൻ പറ്റില്ലേ എന്നുള്ളതും പരിശോധിക്കും. കേന്ദ്രം 1 കിലോ അരി പോലും കേരളത്തിന് കൂട്ടിത്തന്നില്ലെന്നും ഭാരത് അരി സപ്ലൈകോ വഴി ആയിരുന്നെങ്കിൽ 25 രൂപയ്ക്ക് കൊടുക്കാമായിരുന്നുവെന്നും ഭക്ഷ്യമന്ത്രി GR അനിലും സഭയിൽ പറഞ്ഞു. 1 കിലോ അരി പോലും ഈ കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ വർദ്ധിപ്പിച്ച് നൽകാൻ കേന്ദ്രം തയ്യാറായിട്ടില്ല. എന്നാൽ കേരളത്തിൽ ഫലപ്രദമായ മാർക്കറ്റ് ഇൻ്റർവെൻഷൻ നടത്തുന്ന ഒരു സംസ്ഥാനമാണ്. നമ്മൾ കാലാകാലങ്ങളിൽ FCIയിൽ നിന്ന് ലേലത്തിൽ OMS സ്കീം അനുസരിച്ച് FCIയിൽ നിന്ന് ലേലത്തിൽ എടുത്ത് ആ അരി കേരളത്തിലെ സപ്ലൈകോയിലൂടെ 24 രൂപ നിരക്കിൽ നൽകുന്ന ഒരു നിലപാടാണ് കേരളം സ്വീകരിച്ചത്. ആ 24 രൂപയ്ക്ക് നൽകുന്ന അരിയാണ് കേന്ദ്ര ഗവൺമെൻറ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്കും അതുപോലെ സംസ്ഥാനത്തിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും ആ OMS സ്കീം അനുസരിച്ച് ലേലത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത നിബന്ധന ഉണ്ടാക്കിയിരിക്കുന്നത്. ആ നിബന്ധന ഉണ്ടാക്കിയിട്ടാണ് അവർ ആ അരി 29 രൂപ നിരക്കിൽ കേരളത്തിൻ്റെ മാർക്കറ്റുകളിലേക്ക് കൊണ്ടുവരുന്നത്. ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത രീതിയാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.